ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നില്ലേ എന്താ പറയുക ആക്കുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ മാങ്ങൻ്റെ സീസണായെങ്കിൽ കാസർഗോട്ടാർക്ക് വിട്ടുകൂടാൻ കഴിയാത്തൊരു സാധനമുണ്ട്. എന്താ അറിയും നിങ്ങൾക്ക്? അറിയോ? എല്ലാവർക്കും അറിയൂപ്പാ, മാങ്ങൻ്റെ ഉപ്പും തണി. അപ്പോൾ ഞാൻ വിചാരിച്ചേ മാങ്ങൻ്റെ ഉപ്പും തണി ആക്കാമെന്ന്. അപ്പോൾ നല്ലൊരു കുണ്ടക്ക മാങ്ങൻ്റെ ടൈപ്പിലുണ്ട് മാങ്ങ കിട്ടീനി. അപ്പോൾ ഇല്ല ഉപ്പും തണി ആക്കുമ്പോൾ കുറച്ച് പൂത്തതാണോ, നല്ലോണം പൂത്ത തന്നെ നല്ലത്, അല്ലാണ്ട് പച്ച മാങ്ങയിൽ ഉപ്പും തണിയാക്കാൻ കഴിയില്ലാവോ? ഇന്നൊരിതോ ഇപ്പം എൻ്റെ ബായിൽ നിന്ന് വെള്ളം വന്നിട്ടേന്നില്ലാവോ? ശരിക്കും ഉപ്പ് തണിയാക്കുമ്പോൾ ഇങ്ങനെ ഞരടലാണ് ശരിക്കുള്ള ഒരു പ്രൊസീജിയർ. സ്പൂണ് കൊണ്ട് ഉപയോഗിക്കാവോ? ഇപ്പം ഞങ്ങൾക്ക് തന്നെയല്ലേ പുറത്തലത്തായിരിക്കുമല്ലോ, അപ്പം ഞാൻ ഞരടുന്നത് ഞൗണ്ടുന്നത് അപ്പം ഇങ്ങനെ ഞൗണ്ടിയിട്ട് തന്നെ ആക്കണോ? പിന്നെ നമുക്ക് ഈ ഞൗണ്ടാനില്ലേ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് ഞൗണ്ടിയിട്ടാകുമ്പോൾ നമുക്കൊരു റാത്താന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് തന്നെയല്ലേ, പിന്നെ അപ്പോൾ സ്പൂണൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് മാങ്ങ ഇങ്ങനെ ഞൗണ്ടിട്ടായിട്ട് പിന്നെ എന്താക്കുന്നതെന്ന് പറയുമോ? പിന്നെ നമ്മളെ ഒരു മുളില്ലേ, ചുവന്ന മുളെടുത്തിട്ട് ഇതിനെ നമ്മൾ നാട്ടിലല്ലെങ്കിൽ അടുപ്പിൽ ചൂടൽ, ഇവിടെ അടുപ്പില്ലല്ലോ, അപ്പോൾ ഗ്യാസിലിങ്ങനെ കുറച്ച് തീ കാണിച്ചിട്ട് ചൂടാം. ഇതെല്ലാം ആക്കുമ്പോൾ കൈ പൊള്ളിയാൽ എന്നോട് കൂക്കണ്ട. എന്നിട്ട് നമ്മളെ ഈ ഇപ്പോൾ നമ്മൾ ഇതാക്കിയ മുളില്ലേ, ഇതാക്കിയ ചുട്ടമുളിന് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെല്ലാം നിങ്ങളൊരു കണക്കാവോ? അത് കഴിഞ്ഞിട്ടില്ലേ കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കണം. നല്ല പുളിയുള്ള മാങ്ങെങ്കിൽ കുറച്ചധികം ഇടണം. ഇത് വലിയ പുളിയില്ലാവും, ഇത് നല്ല പാങ്ങണ്ട മാങ്ങ. അപ്പം കുറച്ച് ഇടുന്നത് ഒരു പിഞ്ച് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ടായിട്ട് നമ്മൾ വെള്ളമോ ഒഴിക്കുന്നത്, വെള്ളം അങ്ങനെ നമുക്ക് നല്ലോണം ഉപ്പും തണ്ണി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ കുറച്ച് തണ്ണി എന്ന് പറയുമ്പോൾ വെള്ളത്തോട് കൂടിയിട്ടല്ലേ. ഇനി നമുക്ക് ഇതിനെന്താക്കാം, സ്പൂണിൽ കലക്കാം. എന്താ വെള്ളം കൂട്ടിയില്ല, വെള്ളം കൂട്ടിയിട്ട് നമുക്ക് കലക്കുമ്പോൾ ഒരു പാങ്ങില്ല. ഇതില്ലേ എല്ലാവർക്കും അറിയത്തിപ്പോൾ ചോറുണ്ടാക്കിയില്ലേ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ വേറെ എന്തും വേണ്ട. ഇതൊന്നും അറിയാത്ത ആരും ഉണ്ടായില്ലപ്പം. എന്നാലും ഉമ്മ പറയുന്ന പോലെ ഉമ്മ താഴെ പോയിട്ടുണ്ടതോ. അപ്പം ഞാൻ വേഗം കുച്ചിൽ കയറിയിട്ട് ഞാൻ വേഗം ആക്കിയത്. യെസ്, സെറ്റായി സംഭവം സെറ്റ്. ഇനിയിപ്പോൾ ഇതിനെന്താക്കണം അറിയാമോ? കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ഈ തണുത്തിട്ടായിട്ട് അതാണ് ചോറുണ്ടാക്കാൻ നമുക്ക് കൂട്ടാൻ തോന്നുന്ന ഒരു സാധനം. അപ്പോൾ എന്തെങ്കിലും ഇല്ലേ ഇതറിയാത്ത ആൾക്കാർ, നമ്മൾ ഈ ദൂരത്തേണ്ട ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അറിയില്ല. ഓരെല്ലാം ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാവോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം. ബൈ ബൈ.